Hey everyone, welcome back to my channel. ഇന്ന് ആക്ച്വലി ആസ് യൂഷ്വൽ റിവിഷൻ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗ് എണീറ്റ സമയത്ത് എനിക്ക് അത്യാവശ്യം മടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല മോർണിംഗ് മ്യൂസിക് ഒക്കെ കേട്ടാലോ, കുറച്ച് ഉഷാറാവല്ലോ വിചാരിച്ചത്. ആൻഡ് സർപ്രൈസിംഗ്ലി അത് നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു മെഡിറ്റേഷൻ ഒക്കെ പോലെ അങ്ങനത്തെ ഒരു വൈബ് പിടിച്ചു. ഓക്കെ, അതിനുശേഷം ഞാൻ കെമിസ്ട്രി പഠിക്കായിരുന്നു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ഈ 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാതിരുന്നത്. നമ്മൾ സാധാരണ പഠിക്കുന്ന രീതിയിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സാണ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റിലെ ചാപ്റ്റേഴ്സാണ് ക്രിസ്മസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു വായിച്ചു പോകൽ മാത്രം പരിപാടി ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടാൽ അതിരുന്ന് പഠിക്കാമെന്നല്ലാതെ ഓവർ എഫേർട്ടും ടൈമും ഞാൻ ഇതിനായിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 7 മണിക്കാണ് പഠിക്കാൻ തുടങ്ങിയത്, എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് സോ ഇറ്റ്സ് 7 തുടങ്ങിയ ഞാൻ ഒരു 8:30 സംതിങ് ആകുമ്പോൾ 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ 3 ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞു. അതാണ് അത്ഭുതം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ഓൾറെഡി നമ്മൾ പഠിച്ചതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താലും മതി. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗാനിക്. അതൊക്കെ കൂടുതലായിട്ട് ചോദ്യം ചോദിക്കുക എന്ന് വെച്ച് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാതെ ഇരിക്കുന്നില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഞാൻ ചെയ്തത്. ഞാൻ കമന്റ് ബോക്സ് ഒക്കെ വെറുതെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കാണാറില്ല അധികം കമന്റ്സ് ലൈക്ക് ഞാനൊരു ഡേ വെറുതെ വേസ്റ്റ് ചെയ്തു, എനിക്ക് പഠിക്കാൻ ഒരു മൂഡില്ല, ഞാൻ രാത്രി പഠിക്കാൻ വിചാരിച്ചു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മൂഡ് വന്നില്ല, ഞാൻ റീൽസ് കണ്ട് പോയി, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഞാനിങ്ങനെ ഫുൾ ടൈം പഠിക്കുന്ന ഒരു കുട്ടിയല്ല. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ആണ് കാണുന്നത്, ഞാൻ പലതും കട്ട് ചെയ്യാം, പലതും ആഡ് ചെയ്യാം, പലതും ചെയ്യാം. അപ്പോൾ എനിക്കും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് നല്ല മടിയുള്ള ഒരാളാണ് ഞാനും ഇതേപോലെ തന്നെ. ഇപ്പോൾ ഒരു 7 മണിക്ക് നേരത്തെ എണീക്കുക വെച്ചാലും ഞാൻ വല്ല 8 മണിക്കൊക്കെ ആയിരിക്കും എണീറ്റ് പോവുക, പക്ഷേ ഞാനത് പഠിക്കും. കാരണം ക്രിസ്മസ് എക്സാമിന് എനിക്ക് വയ്യ, ഞാൻ ഓൺ എക്സാമിന് പഠിച്ചതാണ്. കാരണം അന്ന് ഞാൻ ഇങ്ങനെ റിവിഷൻ ഒന്നും ഇല്ല, അന്ന് എക്സാമിൻ്റെ തലേദിവസം ഇരുന്ന് പഠിക്കും, പോയിടും. ഞാൻ മാർക്കും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വിചാരിച്ചിട്ടുള്ള കാര്യമാണ് ഈ ക്രിസ്മസ് എക്സാമിനെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല സ്കോർ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഡിറ്റർമിനേഷൻ അനുസരിച്ചാണ് ഇരിക്കുക. പിന്നെ മടി അതെല്ലാവർക്കും വരുന്ന സാധനം. ഞാനൊന്ന് ചോദിച്ചാൽ പഠിക്കാൻ പോകുമ്പോൾ ഫോൺ ആ ഏരിയയിൽ പോലും വെക്കില്ല. ഞാൻ ഫോൺ മാറ്റി വെച്ച് സൈലൻ്റ് ആക്കി നെറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് മാത്രമേ ഞാൻ പഠിക്കാൻ പോകുള്ളൂ. ചെറിയൊരു ഡിസ്ട്രാക്ഷൻസ് മതി. അപ്പോൾ എല്ലാവർക്കും വരുന്ന നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മടി പറയുന്നത്. അപ്പോൾ റീൽസ് മാക്സിമം കുറച്ചാൽ തന്നെ അറ്റൻഷൻ സ്പാൻ കൂടും. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ റീൽസ് മാക്സിമം ഞാൻ കുറയ്ക്കാറുണ്ട്. പിന്നെ കാണാൻ ഇങ്ങനെ വലിയ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കാണാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. പിന്നെ പറഞ്ഞാൽ ആ മടി എന്നെ കൊണ്ടോ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കണ്ടോ മാറില്ല. അത് നിങ്ങൾ തന്നെ സെൽഫായിട്ട് വിചാരിച്ചാൽ മാത്രമേ ആ മടി മാറ്റാൻ പറ്റുള്ളൂ. സോ മാക്സിമം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചത് മാറ്റണം. അതിനുശേഷം ഞാൻ 10 o'clock സ്റ്റാർട്ട് ചെയ്തത് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് ഞാൻ എന്താ പഠിച്ചതെന്ന് എനിക്ക് കറൻ്റ്ലി ഓർമ്മയില്ല, കാരണം ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്, 2-3 ദിവസം മുന്നേ. ഓക്കെ, അപ്പോൾ ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് ഫിസിക്സ് 1, 2, 3 ചാപ്റ്റേഴ്സ്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇത്തിരി നേരം കൊണ്ട് ആ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾ ചാപ്റ്റേഴ്സ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളെ മടി നിങ്ങൾ തന്നെ വേണം മാറ്റാൻ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇപ്പോൾ വെക്കേഷൻ അല്ല, ഇനി വെക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ പോലെ ആക്കുകയാണെങ്കിൽ എക്സാം പേപ്പറിൽ ഭയങ്കര മാർക്ക് കുറയായിരിക്കും. ഒന്നെങ്കിൽ ഇപ്പം നല്ലവണ്ണം പഠിച്ചിട്ട് നല്ലോണം എക്സാം എഴുതിയിട്ട് ഒരാഴ്ച നെക്സ്റ്റ് ഒരു വീക്കിന് കൂടുതലുണ്ട് തോന്നുന്നു നല്ല രീതിക്ക് വെക്കേഷനായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ മോഡായിട്ട് അപ്പോഴും വെക്കേഷനായിട്ട് പേപ്പർ കിട്ടുമ്പോൾ മാർക്ക് കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് ആൻഡ് ഡു വാട്ട് എവർ യുവർ മൈൻഡ് സേസ്. ആക്ച്വലി ഐ എം നോട്ട് അറ്റ് ഓൾ ഗുഡ് അറ്റ് ഗിവിങ് അഡ്വൈസസ്. എൻ്റെ അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. എൻ്റെ ഫ്രണ്ടിനറിയാം ഞാൻ ഭയങ്കര റഫ് ആൻഡ് റൂഡായിട്ടാണ് അഡ്വൈസസ് കൊടുക്കാറ്. ഇതൊരു അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കേണ്ട, ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇതായിരിക്കും അവസ്ഥ. സോ നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിക്ക് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എനിക്കൊരു ഡ്രീം ഉണ്ട്, അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്ന് ഫ്രൈഡേ ആണ്, സാറ്റർഡേ സൺഡേയും കൂടി കൂടിയാൽ 2 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ റിവിഷൻ്റെ ഒക്കെ കഴിയാനായിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ റിവിഷൻ്റെ. ചില സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, ചില സമയത്ത് എനിക്ക് മടി ഉണ്ടാവും, ചിലത് പഠിച്ച് തന്നെ വീണ്ടും അപ്പോൾ പിന്നെ ലാഗ് ആവും ഒരു സബ്ജക്റ്റ് തന്നെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ എടുക്കാത്തതാണ്. അപ്പോൾ ഞാൻ മോർണിംഗ് 10 to 1 വരെ പഠിക്കും. അതിനുശേഷം ചെറിയൊരു നാപ്പ് എടുക്കും, എങ്കിലേ എനിക്ക് വീണ്ടും പഠിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈവനിങ് 3 or 2 ആകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും സ്റ്റഡി. അത് എത്ര മണി വരെ കഴിയുമോ അതിനനുസരിച്ച്, ചിലപ്പോൾ 5 ആവും, ചിലപ്പോൾ 6 ആവും, ചിലപ്പോൾ 4 ആവും. അത് എനിക്ക് മടി അനുസരിച്ചിരിക്കും. ചിലപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരിക്കും, അപ്പോൾ ഞാൻ വേഗം തന്നെ കഴിച്ചിട്ട് വേഗം തന്നെ വീഡിയോസ് കാണാനൊക്കെ ഇരിക്കും. ശരിക്കും ഈ ഒരു ടൈം ടേബിൾ ഓഫ് കോഴ്സ് എൻ്റെ കംഫർട്ട് സോണിന് അപ്പുറത്തുള്ള ഒരു ഇതാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ പഠിക്കുന്ന ഒരാളല്ല. ഞാൻ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് പഠിക്കും,
അതിനുശേഷം ഒരു ഉച്ച 12:30 വരെ മാക്സിമം, ഐ മീൻ ഗ്യാപ്പൊക്കെ എടുക്കും കേട്ടോ, അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ടല്ല ഉദ്ദേശിച്ചത്. പഠിക്കും. ഞാൻ 6 മണിക്ക് എണീറ്റാലും ഒരു 8 മണിയാകുമ്പോഴത്തേക്കും മടുക്കും. അതിനുശേഷം പിന്നെ 10 മണിക്കാണ് തുടങ്ങുക, പിന്നെ 12:30 ആകുമ്പോൾ കഴിയും. പിന്നെ ഞാൻ പഠിക്കില്ല. പിന്നെ രാത്രിയൊക്കെ എനിക്ക് നല്ല മടിയാണ് പഠിക്കാനായിട്ട്. രാത്രി ഞാൻ ക്ലാസ് കാണാറുള്ളൂ. ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്ക് എത്ര പേടിയുണ്ട് ക്രിസ്മസ് എക്സാമിന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നത്. പക്ഷെ നിങ്ങളും അതേപോലെ തന്നെ പേടിയോടെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു ഡെഡിക്കേഷൻ ഇരുന്ന് പഠിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you soon in the video. Till then, bye bye.